ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ മത്തി വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു വിസിൽ മാത്രം അടിഞ്ഞാൽ മതി. ഏത് മീൻ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും കഴിച്ചു പോകും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 3 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും 8 അല്ലി വെളുത്തുള്ളിയും 10 പീസ് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് 10 പീസ് അധികം എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ച് വരാം കേട്ടോ. ഇപ്പോൾ താക്കണം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതച്ചത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ഇടാം. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 പീസ് ചെറുനാരങ്ങയുടെ നീരും ഇതെല്ലാം കൂടിയാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ടുങ്ങായി മസാല ഒക്കെ എല്ലായിടത്തും നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ 5 മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തങ്ങായി മീൻ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു കുക്കറിൽ 5 മീൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. 5 മീൻ ഈ ഒരു കുക്കറിലൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടിച്ച് വെച്ചങ്ങായി ഒരു വിസിൽ അടിയുന്നത് വരെ ഇത് ഫ്ലെയിം ഓൺ ആക്കി വെക്കാം കേട്ടോ. ഒരു വിസിൽ അടിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതിയേ. ഇപ്പോൾ ഇതാക്കണെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു മസാലൻ്റെ രൂപത്തിലാണിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്കിവിടെ ഡ്രൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീനൊന്ന് മറിച്ചിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. ഇതുപോലെ മസാല രൂപത്തിൽ കിട്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ചോറ് കഴിക്കാം കേട്ടോ. വേറെ കറികളൊന്നും തന്നെ വേണ്ട. കറികളൊന്നും ഇല്ലെങ്കിൽ കൂടി അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കുക്കർ ചിക്കൻ എന്നൊക്കെ പറയുന്ന മാതിരി നമുക്കിതിന് വേണമെങ്കിൽ കുക്കർ മത്തി എന്നൊക്കെ പറയാം കേട്ടോ. കുക്കറിലായതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റും കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് അയച്ചു തരാം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നതുവരേക്കും ബൈ.